മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. എന്തിനാണ് പരിധി വിട്ട് ആളുകളെ കയറ്റുന്നതെന്ന് കോടതി. പറഞ്ഞതൊന്നും നടക്കുന്നില്ലല്ലോ എന്നും കോടതി പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ കോടതിയുടെ നിർദ്ദേശം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. എന്തിനാണ് പരിധി വിട്ട ആളുകളെ ശബരിമലയിലേക്ക് കയറ്റുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. പറഞ്ഞതൊന്നും നടക്കുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ കോടതിയുടെ നിർദ്ദേശവുമുണ്ട്. ഏകോപനമില്ലെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം 12 മണിക്കൂറോളമാണ് ഭക്തജനങ്ങൾ സന്നിധാനത്ത് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഒരു ഭാഗം ഭക്തജനങ്ങളും കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ചോദ്യങ്ങളുമായി ഹൈക്കോടതി വന്നിരിക്കുന്നത്. എന്തിനാണ് പരിധി വിട്ട് ആളുകളെ കയറ്റുന്നതെന്നാണ് കോടതി ചോദിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനും കോടതിയുടെ ശക്തമായ നിർദ്ദേശമുണ്ട്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനും വിമർശനമുണ്ട്. ഏകോപനമില്ലെന്നാണ് കോടതി പറയുന്നത്. എന്തിനാണ് പരിധി വിട്ട ആളുകളെ കയറ്റുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ട്. സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടുമാണ് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. പറഞ്ഞതൊന്നും നടക്കുന്നില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വെർച്വൽ ക്യൂ നിയന്ത്രിക്കേണ്ടി വരുമെന്നും കോടതി പറയുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഏകോപനമില്ലെന്നാണ് കോടതി പറയുന്നത്. ശബരിമലയിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിനും പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പാളിച്ചകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ തീർത്ഥാടകരെ നിലക്കൽ തടഞ്ഞു നിർത്തി നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് പോകാനൊക്കെ അനുവദിച്ചത്. എന്നിട്ടും തിരക്ക് കൂടുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഏകോപനമില്ലെന്നാണ് ഹൈക്കോടതി പറയുന്നത്. വെർച്വൽ ക്യൂ നിയന്ത്രിക്കേണ്ടി വരുമെന്നും കോടതി പറയുന്നുണ്ട്.
ശബരിമലയിലേക്ക് തിരക്ക് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 6-7 മണിക്കൂറുകളോളം നീണ്ട ക്യൂ നിന്നതിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമായത്. അതിൽ പലർക്കും ദർശനം സാധ്യമായിരുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പലരും കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളി, ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലൊരു ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളി, ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലൊരു ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മാനദണ്ഡം പാലിച്ച് വേണം വരാൻ എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ADGP ശ്രീജിത്ത് അടക്കം പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ആ ഒരു നടപടി, അതായത് ശബരിമല നട തുറന്നിട്ട് ദിവസങ്ങൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു വിമർശനം വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ളതിനേക്കാളിലും ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ട ഒരു മണ്ഡല കാലാരംഭം കൂടിയായിരുന്നു എന്നുള്ളതാണ്. അതായത് ആദ്യ ദിവസം തന്നെ വന്ന ഭക്തരുടെ കണക്ക് എന്നുള്ളത് തന്നെ ഞെട്ടിക്കുന്നതാണ്. അത്രത്തോളം തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസം 10 മണിക്കൂർ, 11 മണിക്കൂർ, 12 മണിക്കൂർ അത്തരത്തിൽ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടൊക്കെ തന്നെയാണ് ആളുകളൊക്കെ തന്നെ ദർശനം നടത്താൻ സാധിച്ചത്. ഇതിൽ പലർക്കും ദർശനം നടത്താൻ സാധിച്ചില്ല എന്നുള്ളതും കൂടിയുണ്ട്. ഈ താഴെ നിന്നും ഈ നിലയ്ക്കൽ നിന്നും പമ്പയിൽ നിന്നുമൊക്കെ ആൾക്കാർക്ക് ഈ ഒരു ക്യൂ, അഭൂതപൂർവമായ ആ ഒരു ക്യൂവിൽപ്പെട്ട അവർ കാനനപാത സ്വീകരിച്ച് മറ്റു വഴിയിലേക്ക് എങ്ങനെയെങ്കിലും സന്നിധാനത്തേക്ക് എത്താനുള്ള മാർഗമൊക്കെ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സേനയെ വിന്യസിക്കണം എന്നുള്ള തരത്തിൽ കത്ത് നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഒരു കാലതാമസം ഈ കേന്ദ്ര സേനയ്ക്ക് ശബരിമലയിലേക്ക് എത്താൻ അടക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. എന്തായാലും ശബരിമല നട തുറന്ന ആ ഒരു സാഹചര്യം ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു, വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ 2 ലക്ഷത്തിലധികം ആളുകളാണ്, അതായത് 70,000 പേർക്കാണ് ഈ ഒരു വിർച്വൽ ക്യൂ ബുക്കിംഗ് ഒരു ദിവസത്തേക്ക് എന്നുള്ളതാണായിരുന്നു ആ ഒരു കണക്ക്. അതോടൊപ്പം സ്പോട്ട് ബുക്കിംഗ് സംബന്ധിച്ച് 20,000 ഒക്കെ തന്നെ 20,000 എന്നുള്ളൊരു കണക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അത്രത്തോളം ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് വന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു നട തുറന്ന ആദ്യ 1 മണിക്കൂറിൽ തന്നെ 4,000-ലധികം പേരാണ് ഈ സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയത്. അതിൻ്റെ ഒരു കൃത്യമായൊരു ശരാശരി തോത് പറയുകയാണെങ്കിൽ 1 മിനിറ്റിൽ 69 പേർ സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയിട്ടുണ്ട്. അതായത് പടി കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1 മിനിറ്റിൽ 69 പേർ. അതാണ് ആ സൂചിപ്പിക്കുന്ന ആ ഒരു കണക്കെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം 1 മണിക്ക് അടക്കേണ്ട ശബരിമല നട 2 മണി വരെ, 2 മണിക്കാണ് ആ ശബരിമല നട അടച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ അഭൂതപൂർവമായ ഈ ഒരു തിരക്കായിരുന്നു. ഭക്തജനങ്ങൾക്ക് ഈ ദർശനം നടത്താൻ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ദർശന സമയം പോലും കൂട്ടിയിരുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം കൃത്യമായി മുഖവരെ കിടക്കേണ്ടതാണ്. സർക്കാർ അടക്കം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അടക്കം അതിനെ സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ക്രമീകരണങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ ക്രമീകരണങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു നടപടികൾ വളരെ വേഗത്തിലാക്കാൻ കൂടി ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കും എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ് കാളിദാസൻ. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. എന്തിനാണ് പരിധിവിട്ട ആളുകളെ കയറ്റുന്നതെന്നൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെയാണ് കോടതിയുടെ ഈ ഒരു ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് കാളിദാസനാണ്.